എന്റെ അച്ചുചേച്ചി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തേനെ. നീ വിഷമിക്കാതെ. ദേ, അവിടെ എങ്ങനെ നിന്ന് ആരെങ്കിലും കണ്ടാ അത് മതി. പിന്നെ ചോദ്യം പറച്ചിലൊക്കെ ആവും. അതുകൊണ്ട് വേഗം ചെല്ല. ഞാൻ ചേച്ചി തന്നെയാന്ന് കരുതിയാ മതി. ഒരു മിനിറ്റ്. വാ. ആതിരെ, നിന്റെ കൈയുടെ ചൂടും കൂടി അറിഞ്ഞിട്ട് പോയാ മതി ഇവൻ. ആ, വല്ലതും ചോദിക്കാനുണ്ടോ ഇപ്പൊ ചോദിച്ചോ. ഇവിടുന്ന് കൊണ്ടുപോയാ പിന്നെ അതിന് പറ്റില്ല. ആടിപൊളി. ഇനി കൊണ്ടുപോയോ. ബാക്കി സൽക്കാരം സ്റ്റേഷനിൽ ചെന്നിട്ട്. കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ കിട്ടിയോണ്ട് താൻ രക്ഷപ്പെട്ടു. ഇനി അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ശരി, പോട്ടെ. ചേച്ചി, മോള് വിഷമിക്കണ്ട. എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തിനും ഈ ചേച്ചി കൂടെയുണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞതല്ലേ. മാഡം, എന്താ മൂർത്തി? മാഡത്തിന്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞു. അവൾ രക്ഷപ്പെട്ടു. കനകാംബരൻ പോലീസ് പിടിയിലായി. ആ CI രാജീവ കനകാംബരനെ അറസ്റ്റ് ചെയ്തത്. ആരാ നമ്മളെ ചതിച്ച? ഇങ്ങനെ രാജീവ് അവിടെ വന്നത്? പർദ്ദയിട്ട ഒരു സ്ത്രീയാ എല്ലാം തകർത്തത്. പർദ്ദയിട്ട സ്ത്രീയോ? ആരാ അവള്? അതറിയില്ല മാഡം. പക്ഷേ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആ സ്ത്രീ വന്നത്. കനകാംബരനെ രാജീവ് ഇടിച്ചു പിഴിയും. കനകാംബരന്റെ വായിൽ നിന്ന് മാഡത്തിന്റെ പേരെങ്ങാനും വീണാൽ മാഡത്തിന്റെ ഈ കയ്യിൽ വിലങ്ങു വീഴും. കനകാംബരനെ വിശ്വസിക്കാമോ മാഡം? വിശ്വസിക്കാം. എന്തൊക്കെ പീഡനം ഏൽക്കേണ്ടി വന്നാലും കനകാംബരൻ എന്റെ പേര് പറയില്ല. ലോക്കപ്പ് മുറിയിലെ തല്ലെന്ന് പറഞ്ഞാൽ കനകാംബരനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം. അയാളിനി സത്യവങ്ങാനും തുറന്നു പറഞ്ഞാലോ? ഇത് പണിയാവോ മൂർത്തി? മാഡം സൂക്ഷിക്കണം. ഏതു നിമിഷവും CI രാജീവിന്റെ ജീപ്പ് ഗേറ്റ് കടന്നു വരാം. എന്നാ അറിയിക്കോ? ചേച്ചി ഇറങ്ങുന്നില്ലേ? ഇപ്പൊ ഞാൻ വന്ന ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ചേച്ചി, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പേടിയാവാ. ഇറങ്ങു ചേച്ചി, വാ.
എന്തിനാ പേടിക്കുന്നേ? അത് കഴിഞ്ഞില്ലേ? ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഒരു പേടിയും വേണ്ട. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാ അത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. എന്നാലും എങ്ങനെയെങ്കിലും ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലോ? എന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല ചേച്ചി. ആരും ഒന്നും അറിയില്ല. നീയായിട്ട് അങ്ങോട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ധൈര്യമായിട്ട് ചെല്ല, ഞാനല്ലേ പറയുന്നേ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അച്ഛ ചേച്ചി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തേനെ. നീ വിഷമിക്കാതെ. ദേ, അവിടെ എങ്ങാനും നിന്ന് ആരെങ്കിലും കണ്ടാ അത് മതി. പിന്നെ ചോദ്യം പറച്ചിലൊക്കെ ആവും. അതുകൊണ്ട് വേഗം ചെല്ല. ഞാൻ ചേച്ചി തന്നെയാന്ന് കരുതിയാ മതി. മോള് ചെല്ല. പാവം, വല്ലാണ്ട് പേടിച്ചുപോയി. അമ്മ പറഞ്ഞ പോലെ അച്ഛ ചേച്ചി മരിച്ചു പോയെങ്കിൽ എന്റെ ചേച്ചിയുടെ രണ്ടാം ജന്മം തന്നെയാ ആയിഷ ചേച്ചി. അയ്യോ, ഇനി എന്നെ ഒന്നും ചെയ്യില്ല സാറേ. ഞാൻ ചത്തുപോകും സാറേ. ഇല്ലടാ, നിനക്കുള്ള സദ്യ വിളമ്പാൻ പോകുന്നേ ഉള്ളൂ. ഇതാദ്യത്തെ ഐറ്റമാ. നീ എന്താ കരുതിയത്? ഒരു പാവപ്പെട്ട പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഹോട്ടലിൽ വിളിച്ചു വരുത്തി അവളെ ഇല്ലാതാക്കുന്നോ? നീ ഷൂട്ട് ചെയ്ത അവളുടെ പ്രൈവറ്റ് വിഷ്വൽസ് നീ ആർക്കാ ഷെയർ ചെയ്ത് കൊടുത്തത്? പൊന്നു സാറേ, ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. അതെന്റെ ലാപ്ടോപ്പിൽ തന്നെ ഉണ്ട്. നിന്റെ കൂട്ടുകാരൻ റോണി എവിടെടാ? സാറേ, അവനൊരു ധ്യാനം കൂടാൻ പോയേക്കോ. അവന്റെ ധ്യാനമൊക്കെ തീർന്നടാ. അവനെ നമ്മൾ തൂക്കി. ഈ ലോക്കപ്പിനകത്ത് ഇന്ന് നിന്റെ അവന്റെയും സമാധിയാണ്. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? പറ്റിപ്പോയി സാറേ, അറിയാതെ പറ്റിപ്പോയതാ. ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്തിട്ട് ഞാൻ കുഴിച്ചുമൂടും. പറടാ, അയ്യോ, ആരാ എന്റെ പിന്നില്? നീ പറയില്ലടാ. അയ്യോ സാറേ, ഇനിയൊന്നും ചെയ്യില്ല സാറേ, ഞാൻ പറയാം.